താമസിക്കുന്ന വീട്ടിൽ സ്വന്തം കരങ്ങളെ കൊണ്ട് ഒരു ഖബർ കുഴിക്കുന്നു. ആ ഖബറിൽ ഇറങ്ങി ആയിരക്കണക്കിന് റക്അത്തുകൾ സുന്നത്ത് നിസ്കരിക്കുന്നു. അതേ ഖബറിനുള്ളിൽ ഇരുന്നു കൊണ്ട് നൂറുകണക്കിന് ഖത്മുൽ ഖുർആനുകൾ തനിക്ക് കിടക്കാനുള്ള ഖബറാകുന്ന വീട്ടിൽ ജീവിതകാലത്ത് തന്നെ ഓതിവെക്കുന്നു. അത്ഭുതം നിറഞ്ഞ ജീവിതം കൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ കടന്നുകൂടിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്തിലെ പ്രധാനിയായ മിസ്റിൻ്റെ രാജകുമാരി സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വിശുദ്ധമായ മക്കയിൽ ആരംഭ റസൂലിൻ്റെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പൗത്രനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായി ജനിച്ച് വിശുദ്ധമായ മദീനയിൽ കുട്ടിക്കാലം ചെലവഴിച്ച് ഒടുവിൽ ഈജിപ്ത് എന്ന് പറയുന്ന അത്ഭുതങ്ങളുടെ കലവറയായ മഹാരാജ്യത്തേക്കെത്തുകയും ഈജിപ്തിൻ്റെ രാജകുമാരിയായി ലോകം മുഴുവനും ആദരിക്കുന്ന മഹതിയായി വാഴുകയും ചെയ്ത സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ആത്മീയ വിശുദ്ധിയുടെ വെളിച്ചം പകർന്ന അത്ഭുത വനിത. അവസാനം മാരകമായ രോഗം പിടിച്ച് മരണനേരത്ത് ഡോക്ടർമാർ നിങ്ങളിപ്പോൾ നോമ്പ് മുറിച്ചിട്ടില്ലെങ്കിൽ, നോമ്പ് ഉപേക്ഷിച്ചുകൊണ്ട് മരുന്ന് കഴിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതോടെ അവസാനിക്കുമെന്ന് പറയുന്ന നേരത്ത് വർഷങ്ങളായി ഞാൻ എൻ്റെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷവും എൻ്റെ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തിയിരുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നോമ്പുകാരിയായി അള്ളാഹുവിലേക്ക് യാത്രയാകലാണ്. അതുകൊണ്ട് ഞാൻ നോമ്പ് മുറിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ട മഹദി സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അള്ളാഹു അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ 15-ാം ദിവസം ലോകത്തോട് വിട പറഞ്ഞ മഹദിയുടെ ഹദറത്തിലേക്ക് നമുക്കൊരു ഫാത്തിഹ ഓതാം. അസ്സലാമു അലൈക്കും.